കുഞ്ഞിജോ മിനസാൻ ഞാൻ മിഷിൻ്റെ എപ്പിസോഡ് 18 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ ചാപ്റ്ററും ഇനി വരാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സും അടിപൊളിയാണ്, ഒരു രക്ഷയും കാണത്തില്ല. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാനും മിഷിൻ്റെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് അവന്മാർ പറയും ചെയ്യും, കോപ്പ് ഇവൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കെന്തായാലും ഈ മൈൻഡ് പ്രീസ് കൊണ്ട് ഈ മത്സരത്തിൻ്റെ അകത്തുനിന്ന് കയറാൻ ഒരു താല്പര്യം കൂടിയില്ല. ഇപ്പോൾ തന്നെ പലരും പേടിക്കുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് ഇവൻ പറയുകയും ചെയ്യും, നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്റ്റ് വലുതാണോ ചെറുതാണോ, അപ്പർ സെക്റ്റാണോ ലോവർ സെക്റ്റാണോ, അതൊന്നും എനിക്കൊരു പ്രശ്നമുണ്ടാകുന്നതല്ല. കാര്യം എൻ്റെ ജേണിയുടെ അവസാനം ആ ടൈറ്റിൽസിനും ആ സ്റ്റാറ്റസിനും ഒരു വിലയും ഉണ്ടാകുന്നതല്ല. ഞാൻ നമ്മുടെ കാൾട്ടിൻ്റെ 6 ഫൗണ്ടേഷൻ തന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. ഇവൻ ശരിക്കും സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എനിക്കെന്തായാലും ഇതിനകത്ത് കയറാൻ ഒരു താല്പര്യം കൂടിയില്ല. സത്യം പറഞ്ഞാൽ ബേസിക്കലി അവൻ വാറല്ലേ ഡിക്ലെയർ ചെയ്യുന്നത്, ഇവനൊരു വട്ടാണ്. നമ്മുടെ കൾട്ടിനെ തന്നെ തിരുത്തി എഴുതാൻ പോകുന്ന ഒരു ജേണി ആയിരിക്കും എൻ്റെ മുമ്പിലുള്ളത്. സോ അതിൽ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. അത് മാത്രമേ എനിക്ക് ഈ വൺഷിയൊന്ന് നിങ്ങളോട് പറയാനുള്ളൂ. ഇത് കേട്ടപ്പോൾ പലരും ഒന്ന് ഞെട്ടി. എന്നിട്ട് എഴുതാൻ പറയും ചെയ്യും, എന്നോട് ക്ഷമിക്ക്, ഞാൻ ഈ എക്സാമിനേഷൻ പാസ്സാകാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നത്. സത്യം എനിക്കും ചേരണമെന്നുണ്ട്, പക്ഷേ ഇനി എനിക്ക് തോന്നില്ലെന്ന് പറഞ്ഞിട്ട് പലരും സോറി പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയും ചെയ്യും. അല്ല, ഇതൊന്നും ഒട്ടും നല്ലതല്ലല്ലോ, പലരും ഇപ്പോൾ പോകുന്നതാണ്, പണ്ടാരം ഇനി എന്ത് ചെയ്യും? അല്ല, പെട്ടെന്നാണ് 3 പേർ അവിടെ നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. അതിലാദ്യത് സ്റ്റുഡൻറ് 857 ഉള്ള വാങ് ഹ്യോൾ കോയാണ്. പുള്ളിക്കാരൻ അപ്പർ ഡീമൺസ് ഫൈറ്റ് സെറ്റിലാണുള്ളത്. രണ്ടാമത് സ്റ്റുഡൻറ് 77 ആണ് ഉമിൻജ. പുള്ളിക്കാരൻ ലോവർ ഗോൾഡൻ ഗേറ്റ് സെറ്റിലാണുള്ളത്. അവസാനത്ത് സ്റ്റുഡൻറ് 999 ആയിരുന്നു ഒജോങ്. പുള്ളിക്കാരൻ ലോവർ സിംഗിങ് സോട്ട് സെറ്റിലാണുള്ളത്. യങ്ലോഡ് മൈൻഡർ പ്രീസിന്റെ ബാക്കിയുള്ള യങ് മസേഴ്സിനെ വെച്ച് നോക്കാത്തത് താങ്കൾക്ക് ഡിഫറൻ്റ് ആയുള്ള ഒരു ഓറയുണ്ട്. എനിക്കറിയാം താങ്കൾ നടക്കാൻ പോകുന്ന പാത ശരിക്കും ഡേഞ്ചറസ് ആയിരിക്കുമെന്ന്. അതിൽ ചിലപ്പോൾ എന്നെ മരണം വരെ സംഭവിച്ചേക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത്. ശരിയാണ്, ഞാനൊരിക്കലും ബ്ലെയിം ചെയ്യത്തില്ല. കാര്യം അവൻ്റെ അപ്പർ സെക്റ്റിൽ ആയതുകൊണ്ട് തന്നെ അവന് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെക്ട് എസ്റ്റാബ്ലിഷ് ഉള്ള പവറുണ്ട്. പക്ഷേ ഒരു മാർഷൽ ആർട്ടിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഡോമിനേഷൻ തന്നെയാണ്. അത് നാച്ചുറൽ ഉള്ള ഒരു കാര്യമാണ്. ഒരു ഫെല്ലോ മാർഷൽ ആർട്സ് എന്ന നിലയിൽ ഞാൻ താങ്കളുടെ ഡ്രീമിനെ ശരിക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവൻ മുട്ടുകുത്തും. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ എൻ്റെ ലോയൽറ്റി യങ്ലോഡ് ഇയോൺ ചിയോനൊക്കെ പ്ലെഡ് ചെയ്ത് തരുന്നു. ശരിയാണ്, ഞാനിപ്പോഴും അധികമൊന്നും ആയിട്ടില്ല, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനൊരു വാക്ക് തരുവാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ താങ്കളല്ലാതെ മറ്റൊരാളുടെ ഫ്രണ്ടിലും മുട്ടുകുത്തി തല കുനിക്കത്തില്ല. ഇതേസമയം ബാക്കിയുള്ള 2 പേരും അവിടേക്ക് മുട്ടുകുത്തുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ ഉമിൻജ ഗോൾഡൻ ഗേറ്റ് സെറ്റിലാണ്, ഞാനും എൻ്റെ ലോയൽറ്റി ലോർഡ് ഇയോൺ ചിയോനൊക്കെ പറയുന്നു. ഞാൻ ഒജോങ്, ഞാനും സിംഗിങ് സോട്ട് സെല്ലാണ്, ഞാനും എൻ്റെ ലോയൽറ്റി യങ്ലോഡ് ഇയോൺ ചിയോനൊക്കെ പറയുന്നു. ഇതൊക്കെ നടന്ന് അവൻ ഞെട്ടിയെങ്കിലും അവന് സത്യം പറഞ്ഞാൽ അതൊരു സന്തോഷം തരുന്ന ഒരു വാക്കായിരുന്നു. അവൻ പറയും ചെയ്യും, താങ്ക് യു. ഈ സമയത്ത് ഹ്യോബോങ് പോയിട്ട് പറയും ചെയ്യും, നീ ചിലപ്പോൾ നമ്മുടെ ലോഡിൻ്റെ ഫസ്റ്റ് സോളായിരിക്കും, പക്ഷേ ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫോളോവർ, അത് നീ മറക്കണ്ട. അതെനിക്ക് ഓക്കെയാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ കാണിക്കുന്നത് പേഴ്സണൽ ട്രെയിനിങ് റൂമിന്റെ ഫ്രണ്ട് ഭാഗമാണ്. നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ഡിമോണിക് മാർബിൾ കഴിക്കണം. എന്നിട്ട് ദി 7 ഡിമോണിക് സോഡ് ഉണ്ടല്ലോ, അതൊന്ന് റിവ്യൂ ചെയ്താൽ മതി. റിവ്യൂ ചെയ്താൽ മാത്രം മതിയോ? അതെ, ഇനി മുതൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഈ സ്റ്റാൻഡ്സ് ഒക്കെ പെർഫെക്റ്റ് ചെയ്യാനായിട്ട്. ശരിയാണ്, നമ്മൾ ശരിക്കും നല്ല ലോഡിനെ തന്നെയാണ് സെർവ് ചെയ്യാനായിട്ട് എടുത്തത്. എന്തായാലും നന്നായി, അദ്ദേഹം നമ്മളെ നോക്കിക്കോളും. കുഴപ്പമില്ല, ഇവന്മാർ പഠിച്ചില്ലെങ്കിൽ തല്ലി പഠിപ്പിക്കാമല്ലോ. സർ സിയപ്പാവും എന്നെ ചെയ്യിപ്പിച്ച പോലെ. ഇനി എന്തായാലും നിങ്ങൾ റൂമിലേക്ക് പോയി ഡിമോണിക് മാർബിൾ കഴിച്ചോ. നാളെ എന്തായാലും കൃത്യം 10 മണിക്ക് തന്നെ നമുക്ക് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പോവുകയും ചെയ്യും. ഈ സമയത്താണ് വാങ് ഹ്യോൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. മൈലോഡ്, എനിക്കൊരു കാര്യം. അല്ല, എന്തു പറ്റി? സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അൺനെസസറി ഉള്ള കാര്യമായിരിക്കും, എങ്കിൽ കൂടിയും താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും താങ്കളുടെ കൂടെ ഇപ്പോൾ ഉണ്ടായതെങ്കിൽ അത് കുറച്ച് ബെറ്റർ ആയിരിക്കും. കാര്യം അവസാനം പറഞ്ഞത് ഈ യെല്ലോ ബാഡ്ജ് സ്റ്റീൽ ചെയ്യുന്ന കാര്യമാണ് പ്രൊഫസേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അതെന്തായാലും അങ്ങനെ മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാണ്, അക്കാഡമി ഡെപ്യൂട്ടി പറഞ്ഞത് യെല്ലോ ബാഡ്ജ് സ്റ്റീൽ ചെയ്ത ആരായാലും അത് ഗ്രൂപ്പ് ലീഡർ ആകുമെന്നാണ്. പ്രൊഫസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമൊന്നും പറഞ്ഞിട്ടില്ല. മേ ബി സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും സ്റ്റീൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കളക്റ്റീവ് പവർ സ്റ്റുഡൻറ് 1ൻ്റെ അത്ര എത്തിയില്ലെങ്കിൽ കൂടി എനിക്ക് എന്തായാലും താങ്കളെ സഹായിക്കേണ്ട സാധിക്കും ആ ഒരു ടൈമിൽ. അതുകൊണ്ട് അതെന്തായാലും കുഴപ്പമൊന്നും കാണത്തില്ലല്ലോ. വാങ് ഹ്യോൾ, നിന്റെ അഡ്വൈസിന് എന്തായാലും നന്ദി. യെസ് മൈ ലോർഡ്, ഞാൻ എന്തായാലും താങ്കളുടെ ഫോളോവർ അല്ലേ, ഞാൻ എന്തായാലും താങ്കളുടെ അടുത്ത് തന്നെയുള്ള റൂം തന്നെ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്താരും യൂസ് ചെയ്യാറില്ല, പക്ഷേ ഞാനിപ്പോൾ ഇവിടെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അത് അസിസ്റ്റന്റ് മാസ്റ്റർ ലെവലിലുള്ള സ്റ്റുഡൻസ് മാത്രം ട്രെയിൻ ചെയ്യുന്ന സ്ഥലമല്ലേ, അവിടേക്ക് താങ്കൾ എത്തിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇത്രയും പെട്ടെന്ന് ട്രെയിൻ ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്താം. എന്നിട്ട് താങ്കൾ കൂടെ വന്ന് തന്നെ ട്രെയിൻ ചെയ്യാം.
ഓ അതിനെന്താ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാണിക്കുന്നത് ആ ഒരു ട്രെയിനിങ് ഹാളാണ്. അവനാട്ടെ ആ ഒരു ബ്ലേഡ് ഫോം ചെയ്തിട്ടുണ്ട്. സോ ഒരു അസിസ്റ്റന്റ് മാസ്റ്റർ ലെവൽ കംപ്ലീറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പവർ കിട്ടുന്നതായിരിക്കും. ഇതെന്നാലും 60 വർഷത്തിന്റെ ഇന്റൽ പവേഴ്സ് മാത്രമല്ല അതിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് ഡൗട്ട് ചെയ്യുന്നത്. എനിക്ക് എന്തായാലും ഷാർപ്പായുള്ള ഒരു വെപ്പൺ തന്നെ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ഇമേജിൻ ചെയ്താൽ മതി, ഒരു സോഡോ ഒരു സേബറോ എന്റെ കയ്യിലുള്ളത് പോലെ തന്നെ. അതേപോലെ ഞാനോ നിന്നോടാണ് ശരിക്കും താങ്ക്സ് പറയേണ്ടത്. നീയുള്ള കാരണം തന്നെ എനിക്ക് ആ മാർബിളിന്റെ കംപ്ലീറ്റ് പവേഴ്സ് അബ്സോർവ് ചെയ്യാനായിട്ട് സാധിച്ചു. മാസ്റ്റർ എന്നോട് നന്ദി പറഞ്ഞ കാര്യമില്ല. ഓ ഫ്യൂച്ചറിൽ എന്താടാ പൊളൈറ്റ്നെസ് ഒന്നും ഇല്ലേ? അതൊക്കെയുണ്ട്. ഓക്കെ ഇനി എന്തായാലും ഞാനോ നമ്മുടെ ബേക്ക് ചെയ്ത ഒരു ഫൈറ്റില്ലേ അതൊന്ന് കാണിക്കുമോ? ആക്ടിവേറ്റിംഗ് അജൂമിനേറ്റ് റിയാലിറ്റി ടു പ്ലേ വീഡിയോ എന്ന് പറഞ്ഞ് ആ വീഡിയോ കാണിക്കുകയും ചെയ്യും. അല്ല വീഡിയോ സ്റ്റോപ്പ് ചെയ്തേ. ഞാനോ കുറച്ചൊരു സൂം ചെയ്തിട്ട് സാധിക്കുമോ? സൂമിങ് എന്ന് പറഞ്ഞിട്ട് അവനെ സൂം ചെയ്യുന്നുണ്ട്. അവൻ്റെ കഴുത്ത് ഞാനോ കുറച്ചുകൂടെ എന്ന് പറയാനടുത്ത് കംപ്ലീറ്റ്ലി സൂം ചെയ്യുന്നുണ്ട്. അവൻ്റെ മുഖത്തെ ആ ഒരു നീല കളറും അവൻ്റെ കഴുത്തിലെ പിന്നെ ചോരെ അതെല്ലാം അത് തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മറ്റൊരു സ്ഥലമാണ്. രണ്ടുപേര് അവിടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിലൊരാൾ മാർഷലുള്ള പ്രൊഫസറല്ല ടൂങ് ഹി ഹോങ് ആയിരുന്നു. ഇവന്റെ എബിലിറ്റി എങ്ങനെ നോക്കിയാലും ഒരു ഓർഡിനറി സ്റ്റുഡന്റിന്റെ മുകളിൽ തന്നെയാണ്. അവൻ അസിസ്റ്റന്റ് മാസ്റ്റർ ലെവൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്നെപ്പോലെ തന്നെ. 7 ഡിമോൺ ടെക്നിക്ക് കൊണ്ട് മാത്രം എനിക്ക് ഇവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ സ്റ്റുഡന്റ് 7 ചെയ്ത പോലെ തന്നെ ഇവനിത് കംപ്ലീറ്റ്ലി കൗണ്ടർ ചെയ്യാൻ സാധിക്കത്തില്ല. എങ്കിൽ കൂടി അവൻ ശരിക്കും അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്തും ഞാൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാം അവൻ അഡ്വാൻറ്റേജ് എടുത്ത് എന്നെ പുഷ് ചെയ്യുന്നുണ്ട്. ഇവനും ആ 2 പിള്ളേരെ പോലെ തന്നെയാണ്. സ്റ്റുഡന്റ് 5 യുൻചിയോൺ, നീയും ഒരു ട്രൂ പ്രോട്ടജി തന്നെയാണ്. നമുക്കെന്തായാലും ഇതിവിടെ നിർത്താം. അല്ല പ്രൊഫസർ എന്ത് സംഭവിച്ചു? എന്തു പറ്റി? മറ്റൊന്നുമില്ല, ഇത് നിനക്ക് തരാനായിട്ടാണ്. നിനക്ക് എന്തായാലും ഇനി ഒരു ഗ്രൂപ്പ് തുടങ്ങാമെന്നാണ്. ആൻഡ് നിനക്ക് ഞാൻ കംപ്ലീറ്റ്ലി വിശ്വസ് നേരുന്നു. താങ്ക് യു പ്രൊഫസർ. അങ്ങനെ അവൻ എൻ്റെ ഫസ്റ്റ് ബാഡ്ജ് കിട്ടിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴാണ് അവൻ ചോദിക്കുന്നത്, സോ നെക്സ്റ്റ് ഇനി ഞാൻ ആരുടെ ബാഡ്ജാണ് എടുക്കേണ്ടത്? പിന്നെ കാണിക്കുന്നത് അക്കാഡമിയുടെ കഫറ്റീരിയയാണ്. നല്ല ബേക്ക് ചെയ്യാൻ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് ഒരുത്തം വരുന്നത്. ഹേ സ്റ്റുഡൻറ്റ് 18, അത് മറ്റാരുമില്ലെന്ന് സ്റ്റുഡൻറ്റ് 2 ആയിരുന്നു. യങ് മാസ്റ്റർ ഗോങ് കിയോൺ യുൻ ചിയോൺ. പുള്ളിക്കാരൻ സോഡ് സെക്റ്റിലെ ഒരു മെമ്പറാണ്. ഞാൻ നേരെ ഫൈറ്റ് ശരിക്കും കണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൻ കഴിച്ചുകൊണ്ട് വന്ന പാത്രം നിലത്തിച്ചിട്ട് പറയുകയും ഞാനിപ്പോൾ കഴിക്കുവാണ്, എന്നെ ശല്യം ചെയ്യണ്ട. ഇവൻ ശരിക്കും ആരോഗ്യനാണല്ലോ. ഓക്കെ ഞാൻ വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്കും. നിന്റെ സ്കിൽസൊക്കെ എനിക്ക് ശരിക്കും ഇമ്പ്രസ് ആയിട്ടുണ്ട്. ആൻഡ് നീ ഇപ്പോൾ അസിസ്റ്റന്റ് മാസ്റ്റർ ലെവലിലേക്ക് എൻ്റർ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കറിയാൻ നിനക്കൊരു ഗ്രൂപ്പ് ലീഡർ ആകണമെന്ന്. പക്ഷേ അത് മാത്രം പോലോ, നിനക്ക് വീണ്ടും മുകളിലേക്ക് പോകണ്ടേ? പക്ഷേ പെട്ടെന്ന് അവനൊന്നും മൈൻഡ് ചെയ്താൽ വീണ്ടും ആ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. നായോ നീ ദേഷ്യപ്പെടല്ലേ? നീ ഇപ്പോൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ മെമ്പേഴ്സിനെ ഗ്യാദർ ചെയ്യുന്ന പ്ലാൻ ഇപ്പോൾ അലമ്പാവുന്നതായിരിക്കും. നീ എന്തായാലും ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇതെന്തായാലും നിനക്ക് ഒരു ഗ്രേറ്റ് ഡീൽ തന്നെ ആയിരിക്കും. ഈ സമയത്ത് ബേക്ക് പറയുകയും ചെയ്യും, ഓൾറെഡി ഇതിപ്പോൾ 2ാമത്തെ ഓഫറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഷാഡോ സിറ്റിലെ പയ്യൻ അവൻ ശരിക്കും ഒരു ക്ലൗൺ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ അവൻ്റെ റൈറ്റ് ഹാൻഡ് ആകണമെന്നല്ല പറഞ്ഞത്. കോപ്പ് ഇതെന്തൊക്കെയാണ്? എനിക്കെന്തായാലും ഗ്രൂപ്പ് ലീഡർ ആകണമെന്ന് ആഗ്രഹമില്ല, മുകളിലേക്ക് എത്തണമെന്നും ആഗ്രഹമില്ല. ഞാൻ എല്ലാം റിഫ്യൂസ് ചെയ്യും. പക്ഷേ എനിക്ക് സ്ട്രോങ്ങർ ആകണം. എൻ്റെ ഗോള് ഞാൻ സ്ട്രോങ്ങർ ആകുന്നത് മാത്രമാണ്. അല്ല നീ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുവാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ പറ്റുമോ? വീണ്ടും വരേണ്ടി വന്നാ എനിക്കൊന്നും കേൾക്കണ്ട, നീ എനിക്ക് പോകാനായിട്ട് തോന്നുന്നു. പക്ഷേ ഞാനിതിവിടെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അത് നിന്റെ മരണത്തിലായിരിക്കും അവസാനിക്കാൻ പോകുന്നത്. എന്ത്? ഇവനോ? നീ സിറ്റ് സെറ്റിലെ ഒരു മെമ്പർ പോലും ഇല്ല. പക്ഷെ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഈ അരഗൻസ് എൻ്റെ നേരെ കാണിക്കുന്നത്? ആ സിറ്റ് സെറ്റിൽ അവർക്ക് പോലും ഇത്ര അരഗൻസ് ഇല്ലായിരുന്നല്ലോ. നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് തോന്നുന്നു നീ ഇവിടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന്. തെറ്റിദ്ധരിച്ചെന്നോ? ആര്? നീ ഇവിടെ നിന്നെ ത്രട്ടൻ ചെയ്തിട്ട് നീ തെറ്റിദ്ധരിച്ചെന്നാണ് പറയുന്നത്. നീ എന്തിനെ പറ്റിയാണ് ഈ കാറുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഉള്ള കാര്യം ഞാൻ ഉള്ള പോലെ പറയാം. നിന്നെ ആരോ പോയിസൺ ചെയ്തിട്ടുണ്ട്. പോയിസൺ ചെയ്തെന്നോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ നിന്റെ മാച്ച് കണ്ടിരുന്നു. അതിൽ നിന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നിന്റെ മുഖം ശരിക്കും നീരിച്ചു വരുന്നുണ്ടായിരുന്നു. നിന്റെ കഴുത്തിലെ ആ ചുമന്ന പാടുകളും എല്ലാം അതിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ്. പോയിസൺ ചെയ്തെന്നോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഞാൻ ഗ്രൂപ്പ് 12 ചേർന്നപ്പോൾ തന്നെ ആ ഒരു ജോങ്സും പോയിസൺ സൈഡിൽ നിന്നുള്ളവനെ ശരിക്കും നോക്കുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇവനെന്തിനാണ് ഇതൊക്കെ എൻ്റെ അടുക്കെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. എന്താണ് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. എന്നോട് ക്ഷമിക്ക്, ഞാൻ പെട്ടെന്ന് കൺക്ലൂഷനിലേക്ക് ചാടി. പക്ഷേ ഞാൻ പോയിസൺ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് അതെനിക്ക് മനസ്സിലായെന്നോ. അല്ല ആ ടെക്നിക്ക് ചെയ്തിട്ടും നീ ഫൈൻ ആയിരുന്നോ? അല്ല നോർമലി ക്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്ത് പോയിസൺ ചെയ്യപ്പെട്ടതൊന്നും മനസ്സിലാകുമോ? സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റിയൊന്നും പഠിക്കാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ കാണിക്കുന്ന സിംറ്റംസ് എല്ലാം മൈക്രോടോക്സിൻസിനെയാണ്. പെട്ടെന്നായിരുന്നു ഒരു പാട്ടും പാടിക്കൊണ്ട് സൈഡിൽ കൂടെ നമ്മുടെ ഫിസിഷ്യൻ ബേക്ക് പോകുന്നത് കാണുന്നത്. ഫിസിഷ്യൻ ബേക്ക്, നീയോ? എങ്ങനെയുണ്ട്? നിനക്ക് സുഖമായിട്ടിരിക്കുന്നോ? അല്ല നീ കഴിച്ചായിരുന്നോ? ഇല്ല സാർ. എങ്ങനെ നന്നായി. ഞാനിതെല്ലാം ഒറ്റയ്ക്ക് കഴിക്കാൻ പോയിരുന്നു സാർ. ഞാൻ തങ്ങളെ മീൽ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത് എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇവനൊന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? എനിക്ക് തോന്നുന്നു ആരും ഇവനെ പോയിസൺ ചെയ്യുന്നതെന്നാണ്.
പോയിസൺ ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ആണ് ഇൻഫോർമറില്. നീ വാ തുറന്ന് ഇത് നന്നായിട്ട് വലിച്ചെടുത്തേ. വായിൽ കൂടെയോ? അതെ, ജസ്റ്റ് നിന്ന് വലിച്ചെടുത്താൽ മാത്രം മതി. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് അവനായിട്ട് അത് വലിക്കുകയും ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവൻ്റെ കണ്ണൊക്കെ പുറത്തേക്ക് ചാടി അവൻ നേരെ നന്നായിട്ട് ചുമക്കാൻ തുടങ്ങി. അവൻ്റെ മുഖം നീലിക്കാനും അവൻ്റെ കഴുത്തിൽ ആ ഒരു ചുമന്ന പാട് വരാനും തുടങ്ങി. ശരിയാണ്, ഇത് ഡെഫിനറ്റ്ലി മൈക്രോടോക്സിൻസ് തന്നെയാണ്. അതിനർത്ഥം മറ്റൊന്നുമല്ല, നിന്നെ ആരോ പോയിസൺ ചെയ്തിരിക്കുന്നു. അല്ല, പക്ഷേ ഞാൻ ക്യൂഎഡ്ജസിൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. അത് മാത്രമല്ല, ഞാൻ ഒറ്റ കടൻ്റെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. മൈക്രോടോക്സിൻസ് ചെറുതായിട്ട് ഡിഫറൻ്റ് ആണ്. ബാക്കിയുള്ള പോയിസൺസ് പോലെ ഇതിൻ്റെ ബ്ലഡ് വെസലിലൂടെ അല്ല പോകുന്നത്, പകരം ഡയറക്റ്റ്ലി നിന്റെ സ്റ്റൊമക്കിലും ലങ്സിലും ഒക്കെയാണ് ഇത് അഫക്ട് ചെയ്യപ്പെടുന്നത്. ലങ്സിലോ? ശരിയാണ്, ഇത് ബാക്കിയുള്ളവർക്ക് ഫുഡിനകത്തൊക്കെ കലക്കാൻ സാധിക്കും, പക്ഷേ അതേപോലെ തന്നെ ഇത് ക്രഷ് ചെയ്ത് പൗഡറാക്കി നിന്നെ ശ്വസിപ്പിക്കാൻ സാധിക്കും, ചിലപ്പോൾ നീ ഉറങ്ങുന്ന സമയത്തും. അത് മാത്രമല്ല, മൈക്രോടോക്സിൻസ് നല്ല അളവിലൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് മാത്രം മതി. നീ ഉറങ്ങാൻ നിർത്തി കുറച്ച് അകത്ത് പോയാൽ തന്നെ അത് ഡേഞ്ചറസ് ആണ്. പതുക്കെ അത് നിന്നെ കൊല്ലും. അല്ല, നിന്റെ ഡോർമെൻ്റ് ആരെങ്കിലും പോയിസൺസ് യൂസ് ചെയ്യുന്നുണ്ടോ? പിന്നെ കാണിക്കുന്നത് ആ ഒരു ഫസ്റ്റ് ഡേ ആണ്. ആ സമയത്ത് ജോങ് സിയം പറയും ചെയ്യും, നീ എന്തായാലും ഇപ്പം നിന്റെ വിജയം ആഘോഷിച്ചോ, പക്ഷേ ടാൽസൺ ഓഫ് ദി പോയിസൺ സെറ്റ് നീ പതുക്കെ സ്ട്രോങ് ആയി വന്നോളൂ, നിന്റെ പണി തീർന്നോളൂ. അപ്പോൾ ആ നായോ അതിനെപ്പറ്റിയല്ല എന്ന് പറഞ്ഞത്. നീ എന്തായാലും നേരത്തെ തന്നെ കണ്ടുപിടിച്ചത് നന്നായി. നീ കൃത്യമായി 7 ദിവസം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, അവന്റെ കഴുത്തിലെ ആ റെഡ് സ്പോട്ടൊക്കെ അതിനർത്ഥം അവൻ ശരിക്കും ഇപ്പോൾ ബാഡ് ആയ അവസ്ഥയിലാണെന്നല്ലേ? അത് കുഴപ്പമില്ല. നീ പറഞ്ഞത് നിന്റെ ചെസ്റ്റിൽ ഒരു ബാലിനിടക്ക് നല്ലൊരു വൂണ്ട് കിട്ടിയെന്നല്ലേ? ആ റെഡ് സ്പോട്ട്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടെമ്പററി ആണ്. അതിന്റെ ലെങ്സിന് ശരിക്കും ഒരു ഇമ്പാക്ട് കിട്ടിയപ്പോൾ വന്ന ചെറിയൊരു മാറ്റം മാത്രമാണ്. പക്ഷേ ഇതിന്റെ സിംറ്റംസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് നിയർലി ഇമ്പോസിബിൾ തന്നെയാണ്. അത്രത്തോളം ഗിഫ്റ്റഡ് അല്ല ഡോക്ടേഴ്സിന് മാത്രമേ ഇത് കണ്ടുപിടിച്ച് ക്യൂർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ല, പറഞ്ഞതുപോലെ ഇത് നീയല്ല കണ്ടുപിടിച്ചത്, നിനക്കിതെങ്ങനെ? അത് എൻ്റെ അമ്മ മൈക്രോടോക്സിൻസ് കാരണമാണ് മരണപ്പെട്ടത്, അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് അറിയാം. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ പോയിസൺ കാരണം അഫക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ നേരത്തെ താങ്കളത് പ്രോപ്പർലി ഗ്രീറ്റ് പോലും ചെയ്തില്ല. താങ്കൾ കാരണമാണ് എൻ്റെ ജീവൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. റിയലി താങ്ക്സ്. ശരിയാണ്, സത്യം പറഞ്ഞാൽ എൻ്റെ ടീച്ചർ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു ഈ ഒരു കഥ. കുഴപ്പമില്ല, ഞാൻ എന്തായാലും മൈക്രോടോക്സിൻസ് കാരണം മറ്റൊരു ജീവൻ പോകലെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ പെട്ടെന്നാണ് ബേക്കൊന്ന് ഞെട്ടിയത്. ഞാൻ എന്തായാലും ഇതിൻ്റെ സോഴ്സിനെ പറ്റി ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണം. ഇവൻ്റെ ചുറ്റുമുള്ള എനർജി പെട്ടെന്നാണല്ലോ ചേഞ്ച് ആയത്. നീ എന്തായാലും റെസ്റ്റ് എടുക്കുക കേട്ടോ. റെസ്റ്റ് എടുക്കാനോ? അല്ല, നീ തിരിച്ച് നിന്റെ ഡോമിലേക്ക് പോകുവാണോ? നിന്നെ പോയിസൺ ചെയ്താൽ മതി, വീണ്ടും തിരിച്ചൊന്നും തന്നെ എടുക്കൂ. അത് മാത്രമല്ല, നീ എന്തായാലും ഇപ്പം റിവെഞ്ച് എടുക്കാനൊന്നും പോകുന്നില്ലല്ലോ, അതും നീ ഇഞ്ചുർഡുള്ള ഫുഡും വെച്ചുണ്ട്. ഒരിക്കലല്ല സാർ, ഞാനിവിടെ കിടന്നോളാം. അത് ശരിയാണ്, പോയിസൺ ക്യൂർ ചെയ്യണമാണ് നിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. തൽക്കാലം ഫിസിഷ്യൻ ബേക്ക് പറയുന്നത് ചെയ്ത് നീ റെസ്റ്റ് എടുക്കാണ്ട് നോക്ക്. പിന്നെ ജോങ് സിയും അവനെ എൻ്റെ പക്കലേക്ക് വിട്ടേക്ക്. അല്ല, നീ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? എനിക്ക് അവനോട് ചെറുതായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. അത് ഞാൻ വിശ്വസിക്കണമായിരിക്കും. കീടമേ. അല്ല, ഇതാരാണ്? ആരെങ്കിലും ഇതിനായിട്ട് സംസാരിക്കേണ്ടത് നോക്കുവാണോ? നീ നോക്കി നടക്കുന്നത് ആ ഒരു നായനാണെങ്കിൽ അവൻ എന്തായാലും ഡോം 5ന്റെ അടുത്തുള്ള ആ ഒരു കാട്ടിൽ കാണുന്നതാണ്. നായെ, നീ പറയുന്ന സത്യമാണെങ്കിൽ നിന്റെ കൂടെ കിടക്കാനായിട്ട് ഞാൻ ഒരുത്തന്നെ ഇവിടേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവന്മാർ രണ്ടുപേരും ഒന്ന് ഞെട്ടി. പെട്ടെന്നായിരുന്നു അവനൊന്ന് ചിരിച്ചത്. അല്ല, അവൻ എന്നെയാണ് നായെന്ന് വിളിച്ചത്? ഒരിക്കലല്ല, ഇവനൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മറ്റാരുമല്ലെന്ന് നമ്മുടെ മുഖിയമായിരുന്നു. എന്ത് പറ്റിയാലും എനിക്കൊന്നുമില്ല. എൻ്റെ ഒരു ഇത് വെച്ച് അവന്മാർ തമ്മിൽ തല്ലി ചത്താ മതിയായിരുന്നു. പക്ഷെ നീ കേട്ടല്ല അവൻ എന്നെ വിളിച്ചത്. സാർ വിഷമിക്കണേ, സാറിനെ ഒരിക്കലും അവൻ എന്നെ വിളിക്കത്തുമില്ല. പിന്നെ കാണിക്കുന്നത് ഒരു കാടാണ്. ഒരുത്തൻ അവിടെ കൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൊഫസേഴ്സിന്റെ ഡോം 5ന്റെ അടുത്ത് തന്നെ കിടന്നത് നന്നായി. ഇവിടെ ആകുമ്പോൾ ഒറ്റ മനുഷ്യരും വരത്തില്ല. അത് മാത്രമല്ല, പോയിസൺസ് ഉള്ള ഹെർബും കുറേ ഉണ്ട്. എനിക്കെല്ലാം കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ അസെൻഡന്റ് മോഷനിലെ ഒരു ഏർലി സ്റ്റേജിലാണുള്ളത്. ഈ ഡിമോണിക് ബാർബിളോണ് കഴിച്ചുകൊണ്ട് തന്നെ ഇനി ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് അവസാനം ആ ഒരു 5th സ്റ്റേജിലേക്ക് എത്താൻ സാധിക്കും. അത് കഴിയുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഡിമോണിക് പോയിസൺ സ്റ്റേറ്റ് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് എന്തായാലും നന്നായിട്ട് തന്നെ പോയിസൺ ആർട്ടൊക്കെ യൂസ് ചെയ്യാം, ഈ ബേസിക് ഒക്കെ മാറ്റിയിട്ട്. പിന്നെ എപ്പോഴും ആ ഒരു മൈക്രോടോക്സിൻസ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എൻ്റെ പവർ തന്നെ മതിയാകും ആ ഒരു ബേക്ചിനെ മുട്ടുകുത്തിക്കാനായിട്ട്. ഞാൻ നിന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് മൈക്രോടോക്സിൻസ് ചെയ്ത് തീരുന്നതിന് മുമ്പ് തന്നെ. നീ എന്നതാടാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്നാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. ആരാണത്? ആ ഒരു വോയിസ് കേട്ട പ്രോസസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ലൈറ്റിൽ പെട്ടെന്നാണ് അവൻ മുമ്പിലേക്ക് നടന്നത്. നിന്റെ മൈക്രോടോക്സിൻ കൊണ്ടുള്ള പ്രാങ്ക് ഇവിടെ അവസാനിക്കും. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അല്ല, അവനിപ്പോൾ പറഞ്ഞത് മൈക്രോടോക്സിൻ എന്നല്ലേ? ബേക്ജിയുടെ കഴുത്തിലുള്ള ആ ഒരു ചുമല പാടുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആൻഡ് നീ ആയിരിക്കണം അത് ചെയ്തിട്ടുള്ളത്. നിനക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിനക്കെങ്ങനെ മനസ്സിലായി? നിനക്ക് മനസ്സിലാകുമല്ലേ? ഞാൻ ആ കാര്യം മറന്നുപോയി, ഇപ്പോഴാണ് ഓർക്കുന്നത്. നിന്റെ ആർക്കും കൊള്ളാത്തമ്മ ഈ ഒരു മൈക്രോടോക്സിൻസ് കാരണമാണ് മരണം എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ
അവൻ്റെ മുഖത്തേക്ക് ഇവൻ്റെ കൈപ്പാട് വന്ന് വീണിരുന്നു. പിന്നെ കാണുന്നത് ഒന്നൊന്നര പഞ്ചാണ്. ആ പഞ്ച് കിട്ടിയപ്പോൾ തന്നെ ആശൻ്റെ കിളി ഇളകിയിട്ടുണ്ട്. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നതും. ഗൈസ്, നെക്സ്റ്റ് ചാപ്റ്റർ ഒരു രക്ഷയില്ലാത്ത ചാപ്റ്റർ ആയിരിക്കും. സോ അത് മിസ്സൊക്കെ ആയിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.